ന്യൂസിലാൻഡിനെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാന് 73 റൺസിന്റെ കൂറ്റൻ തോൽവി. 345 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ 44.1 ഓവറിൽ 271 റൺസിന് ഓൾ ഔട്ടായി. 83 പന്തിൽ 78 റൺസ് എടുത്ത ബാബർ അസമാണ് പാകിസ്ഥാന്റെ ടോപ്പ് സ്കോറർ. ജയത്തോടെ 3 മത്സര പരമ്പരയിൽ ന്യൂസിലാൻഡ് 1-0 മുന്നിലെത്തി. നേരത്തെ T20 പരമ്പരയിൽ ന്യൂസിലാൻഡ് 4-1 ജയം സ്വന്തമാക്കിയിരുന്നു. 345 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ ഒരു ഘട്ടത്തിൽ 39 ഓവറിൽ 249 3 എന്ന മികച്ച നിലയിലായിരുന്നു. എന്നാൽ ബാബർ അസം പുറത്തായതോടെ പാകിസ്ഥാൻ കൂട്ടത്തകർച്ചയിലായി. 22 റൺസ് എടുക്കുന്നതിനിടെ ശേഷിച്ച 7 വിക്കറ്റുകളും നഷ്ടമാക്കിയാണ് പാകിസ്ഥാൻ വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയത്. ബാബറിന് പുറമെ സൽമാൻ അലി ആഗ, ഉസ്മാൻ ഖാൻ, അബ്ദുള്ള ഷഫീഖ്, ക്യാപ്റ്റൻ മുഹമ്മദ് റിസ്വാൻ എന്നിവരും പാകിസ്ഥാന് വേണ്ടി ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തു. 4 വിക്കറ്റ് എടുത്ത നഥാൻ സ്മിത്തും 2 വിക്കറ്റ് എടുത്ത ജേക്കബ് ഡഫിയും ചേർന്നാണ് പാകിസ്ഥാനെ എറിഞ്ഞിട്ടത്. നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് 4-മനായി ഇറങ്ങിയ മാർക്ക് ചാപ്മാന്റെ സെഞ്ചുറി മികവിലാണ് മികച്ച സ്കോർ കുറിച്ചത്. തുടക്കത്തിൽ 50-3 വീണ കിവീസിനെ ചാപ്മാനും ഡാരിൽ മിച്ചലും ചേർന്ന 4-ാം വിക്കറ്റ് കൂട്ടുകെട്ടാണ് കരകയറ്റിയത്. ഇരുവരും ചേർന്ന് 4-ാം വിക്കറ്റിൽ 199 റൺസ് അടിച്ചു. മിച്ചൽ പുറത്തായ ശേഷം ക്രീസിലെത്തിയ മുഹമ്മദ് അബ്ബാസ് 26 പന്തിൽ 3 ഫോറും 3 സിക്സും പറത്തി 52 റൺസ് അടിച്ച് ന്യൂസിലാൻഡിനെ 350 അടുത്തെത്തിച്ചു. പാകിസ്ഥാന് വേണ്ടി ഇർഫാൻ ഖാൻ 3 വിക്കറ്റ് എടുത്തപ്പോൾ ആകിഫ് ജാവേദും ഹാരിസ് റൌഫും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. പരമ്പരയിലെ 2-ാം മത്സരം ബുധനാഴ്ച ഹാമിൽട്ടണിൽ നടക്കും.